വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വാക്ക് പാലിക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എപ്പോഴും പറയാറുണ്ട്. 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുമെന്ന സതീശൻ പറഞ്ഞപ്പോൾ അടുപ്പക്കാർ പോലും ഞെട്ടി. ഒരു ഘട്ടത്തിൽ സീറ്റിന്റെ എണ്ണമല്ല, കംഫർട്ടബിൾ മെജോറിറ്റിയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തി സതീശൻ പറഞ്ഞതിനൊപ്പം ജനം നിന്നു. 102 സീറ്റുകളുടെ ചരിത്ര നേട്ടത്തിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു. മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള യാത്രയും എളുപ്പമായിരുന്നില്ല. ഭൂരിപക്ഷം കൊണ്ടു മാത്രം കോൺഗ്രസിൽ കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്ന ആളാണ് സതീശൻ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനുകൂല തരംഗമുണ്ടാക്കിയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ ഒപ്പം നിർത്തിയുമാണ് KC വേണുഗോപാലിനെയും രമേശിനെയും ഒക്കെ വെട്ടിമാറ്റി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത്. പ്രിയദർശിനി സൗജന്യ യാത്രയും ആശമാരുടെ അലവൻസ് വർധനയും ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആയിരുന്നു ഭരണത്തുടക്കം. പിണറായിക്ക് ഏറ്റവും അധികം വിമർശനം നേടിക്കൊടുത്ത VVIP സുരക്ഷ തനിക്ക് വേണ്ടെന്നു പറഞ്ഞ് കയ്യടി നേടി. ജെൻസിയുടെ പൂക്കി മുഖ്യമന്ത്രിയായി. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് നൽകിയ വാഹന മോഡിഫിക്കേഷൻ എന്ന വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വര പോലെയാകാനാണ് സാധ്യത. പ്രശ്നപരിഹാര ചർച്ചകൾക്ക് വാതിൽ തുറന്നും ജനങ്ങളിലേക്കിറങ്ങിയും പിണറായിയിൽ നിന്ന് വ്യത്യസ്തനാകാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. എന്നാൽ സതീശനുള്ളിൽ ഒരു പിണറായിയുണ്ടെന്ന വിമർശനം കോൺഗ്രസിനുള്ളിൽ പോലുമുണ്ട്. അത് സതീശനും പൂർണ്ണമായി തള്ളുന്നില്ല. പിണറായിയുടെ നല്ല വശങ്ങൾ പിന്തുടരുന്നതിൽ എന്താണ് തെറ്റെന്നാണ് മറുപടി. ഭരണകാര്യങ്ങളിൽ ഉൾപ്പെടെ ചിലതിലൊക്കെ പിണറായിയെ അനുകരിക്കുന്നുണ്ട് സതീശൻ. പാർട്ടിയിലും സർക്കാരിലും മുന്നണിയിലും അവസാന വാക്കാകാനുള്ള സതീശന്റെ ശ്രമങ്ങളിൽ മുറുമുറുപ്പ് ശക്തം. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടെ കൈകടത്തലിൽ അതൃപ്തിയും ശക്തം. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിലും അത് കണ്ടു. അപ്പോഴും ഘടകകക്ഷികളെ വെറുപ്പിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ട്. സുപ്രധാന വകുപ്പുകളൊക്കെ കൈവശമുള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മറികടക്കുക മന്ത്രിമാർക്ക് എളുപ്പവുമല്ല. മന്ത്രിസഭായോഗ ദിനങ്ങളിലെ വാർത്താസമ്മേളനം പതിവാക്കി. അല്ലാത്തപ്പോൾ പ്രതികരണം എപ്പോൾ വേണമെന്ന് താൻ തീരുമാനിക്കുമെന്ന പിണറായി ശൈലി ഒപ്പം കൂട്ടി. ഇടയ്ക്കിടെ സമരഗേറ്റ് തുറന്നിടുമെങ്കിലും സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണത്തിൽ ഉൾപ്പെടെ പിണറായി കാലത്ത് നിന്ന് കാര്യമായ മാറ്റമില്ല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും മംഗലാപുരം സന്ദർശനത്തിലും ഹെലികോപ്റ്റർ യാത്രകളിലും ഒന്നും കൃത്യമായ വിശദീകരണം നൽകാൻ സതീശനായില്ല. PM ശ്രീയിലെ നിലപാട് മാറ്റം ചെറുതൊന്നുമല്ലാത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് VD സതീശനും UDFനും ഉണ്ടാക്കിയത്. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചെങ്കിലും പ്രശ്നപരിഹാരം അകലെയാണ്. മന്ത്രിസഭയിൽ വിശ്വസ്തരുടെ എണ്ണവും കുറവ്. തീരുമാനങ്ങൾക്കെല്ലാം BJP ഛായ എന്ന വിമർശനവും ശക്തം. മുഖ്യമന്ത്രിയുടെ ചെറുവീഴ്ചകൾ പോലും അവസരമാക്കാൻ കാത്തിരിക്കുന്ന പാർട്ടിയിലെ പ്രധാനികൾ വെല്ലുവിളിയാണ്. വാഗ്ദാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മറികടക്കുക എളുപ്പമല്ല. മുൻ സർക്കാരിനെ വിമർശിച്ച വിഷയങ്ങളിലെ ഭരണപരമായ ഇടപെടൽ തിരിഞ്ഞുകൊത്താതെയും നോക്കണം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ആദ്യ 100 ദിനം VD സതീശൻ പൂർത്തിയാക്കുന്നത്. സർക്കാരിന് മധുവിധുക്കാലം നീട്ടി നൽകുമെന്ന് പറയുന്ന തീർത്തും ദുർബലവും ഛിന്നഭിന്നവുമായ പ്രതിപക്ഷ നിരയും സതീശന് അനുഗ്രഹമായി മാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.